വെൽക്കം ടു സൂതിങ്ങർ. ഇന്നൊരു ടോപ്പിക് അല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, രണ്ട് സംശയങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാൻ പോവാണ്. ഈ സംശയം എൻ്റെ തന്നെ വീഡിയോയുടെ താഴെ, മുൻപുള്ള വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളാണ്. ആ കമൻറ്റ് നോക്കാം നമുക്ക്. ഈ കമൻറ്റുകൾ റിപ്ലൈ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതൊരു വീഡിയോ ആയിട്ട് ഇവിടെ ചെയ്യണമെന്ന് തോന്നി, കാരണം ഒരുപാട് പേർക്ക് വരാൻ സാധ്യതയുള്ള സംശയമാണത്. ഒന്നാമത്തെ കമൻറ്റ് അത് വന്നത് ലമാർക്കിൻ്റെ വീഡിയോ ചെയ്ത സമയത്താണ്. ഇതിൽ പറയുന്നതനുസരിച്ച്, ചോദിക്കുന്നതനുസരിച്ച് ഹ്യൂമൻ സ്കിൻ കളറിൻ്റെ വ്യത്യാസം ഒരു എവല്യൂഷൻ അത് ലമാർക്കിൻ്റെ ഭാഗമായിട്ട് വന്നതാണോ എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. നാച്ചുറൽ സെലക്ഷൻ എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ അത് എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ആഫ്രിക്കൻ റീജിയനിൽ ഡാർക്ക് കളറേഷൻ ഉള്ളവരും പോളാർ റീജിയനിൽ, യൂറോപ്യൻ റീജിയനിലൊക്കെ ലൈറ്റ് കളറേഷൻ ഉള്ളവരുമാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് ചേഞ്ച് വരുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു സ്കിൻ ടോൺ അല്ലെങ്കിൽ കോംപ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പീഷീസിൻ്റെ വ്യത്യാസമല്ല. അത് വന്നത് സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ UV റേസിൻ്റെ ഇൻറ്റൻസിറ്റി വ്യത്യാസം കൊണ്ടാണ്. ആഫ്രിക്കൻ റീജിയനിൽ ഇക്വേറ്ററിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമായിട്ടുള്ളതിന് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഹിറ്റ് ചെയ്യുകയാണ്. UV റേസിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്നൊരു സൺസ്ക്രീൻ എന്നുള്ള രീതിയിൽ മെലാനിൻ പ്രൊഡക്ഷൻ കൂടും. മെലാനിൻ ഒരു പ്രോട്ടീനാണ്. അത് നമ്മുടെ ശരീരത്തിന് ഈ ഒരു UV ഡാമേജിൽ നിന്ന്, UV റേഡിയേഷൻ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ മെലാനിൻ പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് സ്കിന്നിൻ്റെ കളർ ഡാർക്ക് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ പോളാർ റീജിയനിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറവാണ്, അല്ലെങ്കിൽ UV റേസിൻ്റെ ഇൻറ്റൻസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ മെലാനിൻ പ്രൊഡക്ഷൻ കമ്പാരിറ്റീവ് കുറവാണ്. കൂടുതൽ ലൈറ്റിന് അവർക്ക് ആവശ്യമാണ് ടു പ്രൊഡ്യൂസ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ വിറ്റാമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മെലാനിൻ കുറച്ച് കൂടുതൽ ലൈറ്റിനെ ആഗിരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അവിടെ സ്കിന്ന് ലൈറ്റ് ആയിട്ടിരിക്കും. ശരിക്കും ഇത് സംഭവിക്കുന്നത് ഈ പറഞ്ഞ ലൈറ്റിൻ്റെ ഡിഫറൻസ് കൊണ്ട്, അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഡിഫറൻസ് കൊണ്ടാണ്. അതൊരു സ്പീഷീസ് ആയിട്ടൊന്നും മാറിയിട്ടില്ല. ഹ്യൂമൻസ് എല്ലാവരും ഒരു സ്പീഷീസ് തന്നെയാണ്, ഹോമോസാപ്പിയൻസ് ആണ്, യാതൊരു വ്യത്യാസവും അതിൻ്റെ അകത്തില്ല. പക്ഷേ ഈ താമസിക്കുന്ന ലൊക്കേഷൻ്റെ ഏരിയയുടെയും ലൈറ്റിൻ്റെയും വ്യത്യാസം അനുസരിച്ച് അവരുടെ ശരീരത്തിൽ വരുന്ന ഒരു എക്സ്റ്റേണൽ ഫീച്ചർ ഡിഫറൻസ് മാത്രമാണ്. മനുഷ്യരെല്ലാവരും എക്സ്റ്റേണലി ഡിഫറൻ്റ് ആണ്. ആ ഒരു എക്സ്റ്റേണൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതാണ് ഒന്നാമത്തെ സംശയം. രണ്ടാമത്തെ സംശയം നാച്ചുറൽ സെലക്ഷൻ്റെ വീഡിയോയുടെ സമയത്ത് വന്നതാണ്. ആ സംശയം നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് മയിൽപ്പീലികളുടെ ഭംഗിയുള്ള മയിൽപ്പീലി ഉണ്ടായത് നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമായിട്ടുള്ളത് എങ്ങനെ സംഭവിക്കുന്നതാണ്. ഇത് ശരിക്കും നാച്ചുറൽ സെലക്ഷൻ തന്നെയാണ്. സെക്ഷൽ സെലക്ഷനാണ്. സെക്ഷൽ സെലക്ഷൻ എൻ്റെ പുറകിലുള്ള ഒരു ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഫീമെയിൽ പീകോക്സ് മെയിലിനെ സെലക്ട് ചെയ്യുന്നത് ഭംഗിയുള്ള, അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള വർണ്ണമുള്ള പീലികളായിട്ടുള്ള മെയിൽസിനെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫീമെയിൽസ് അട്രാക്റ്റീവ് അല്ലാത്ത ഫെതേഴ്സ് ഉള്ളവരെ എലിമിനേറ്റ് ചെയ്യും. ബെറ്റർ ആയിട്ടുള്ളതിനെ മാത്രം മേറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സെലക്ഷൻ വഴി അവരുടെ ഓസ്പ്രിങ്സ് ഉണ്ടാകുമ്പം ഈ ഒരു ജീനിനെയാണ് ക്യാരി ചെയ്യുന്നത്. അപ്പം നല്ല ഭംഗിയുള്ള ഫെതേഴ്സാണ് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത്. അവിടെയും ഭംഗിയുള്ള ഫെതേഴ്സ് ഉണ്ടാകുന്നതിനെ മാത്രം സെലക്ട് ചെയ്യുന്നു, ബാക്കിയുള്ളവരെ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നു. ഇങ്ങനെ പീകോക്ക് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സ്പീഷീസ് ഒരുപാട് വർഷങ്ങൾ ഈ സെലക്ഷൻ നടന്നുകൊണ്ട് പിന്നീടുള്ള ജനറേഷനിലെ മെയിൽസ് എല്ലാവരും നല്ല ഭംഗിയുള്ള, വർണ്ണമുള്ള, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫെതേഴ്സ് ഉള്ളവരായി മാറി. ഈ ഭംഗി, വർണ്ണം, കളർ എന്നൊക്കെയുള്ളത് നമ്മുടെ കാഴ്ചപ്പാട് മാത്രമാണ്. പീക്കോ അതിനെ കാണുന്നത് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ ഒരു അട്രാക്ഷൻ എന്നുള്ളത് മാത്രമാണ്. എനിവേ അങ്ങനെ ഒരു ക്യാരക്ടർ ഫോം ചെയ്ത് ഉറപ്പായിട്ട് നാച്ചുറൽ സെലക്ഷൻ ഭാഗമായിട്ടാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരും വീഡിയോസിൽ സുവോളജിയിലെയും ബയോളജിയിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടറുകളായിട്ട് വരുന്നത്.